പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിശ്ചലമായ വിശ്വാസം, സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ്. വിശ്വാസം വളരുന്നില്ലെങ്കിൽ
നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വളർച്ചയെക്കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം വിശ്വാസം വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത്. 2 തെസ്സലോനിക്കർ 1:3 വായിച്ച്, നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതായത് തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം, അതായത് their faith is growing more and more. വിശ്വാസത്തിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കുക. വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത്? ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല അവിടെ വർക്ക് ചെയ്യണത്, ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല. മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ്, രക്ഷാകരമാണ്, യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ, വിശ്വാസത്തിൽ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ്. ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്, വില കൂടിയ എക്സ്പ്രഷൻസാണ്. വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പരസ്പര സ്നേഹമെന്നുള്ളത്. വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത്. മനുഷ്യന്മാരോടുള്ള സ്നേഹം, അവശ്യരോടുള്ള സ്നേഹം, കരുണ അർഹിക്കുന്നതോടുള്ള സ്നേഹം, നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം, വളർത്താനുള്ള സ്നേഹം, ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നുവെന്ന് ദൈവം കണക്കിലെടുക്കണം. അത് നമ്മൾ വളരെ ഗൗരവതരമായ ആശയപരമായിട്ടുള്ള, എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വിശ്വാസമുണ്ട് ഇപ്പോൾ തോന്നേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം. ഉയർപ്പിൻ്റെ ജോലികൾ, യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സംഭവം ഉണ്ടായി. എന്നുവെച്ചാൽ ഒരു ചെടുത്ത് ഇവിടെ വന്ന് ക്യൂ നിന്ന് ചീട്ടം കൊണ്ട് നിൽക്കുകയാണ്. ചീട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചീട്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു എന്തടി പറഞ്ഞ് അവിടെ ഉടമ്പടിയെല്ലാം പക്കായാണ്. പറഞ്ഞ അച്ഛാ ഒരു രോഗി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനോടത്ത് ഇവൻ്റെ ഇവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പുറകെ പോയി ചെന്നപ്പോൾ അയാൾ വീൽ ചെയറിൽ ഇങ്ങനെ ഒടിഞ്ഞ് തല്ലിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടെന്തോ അപകടത്തിൽപ്പെട്ടിട്ട് അനങ്ങാൻ പാടില്ലായിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി ഞാൻ അവളുടെ ചുറ്റും പ്രകാരം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പോയി. ഞാൻ പറഞ്ഞു നീ എവിടെ പോകണം? അല്ലച്ചാ എൻ്റെ ആരുമല്ലേ, അങ്ങയുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. അവർക്ക് ചീട്ടില്ല, അതുകൊണ്ട് എൻ്റെ ചീട്ട് ഞാൻ ഒരു ചീട്ട് മേടിച്ച് കൊടുത്തതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചല്ല നന്ദി എന്നും പറഞ്ഞ് പോയി. ആ പോക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴുണ്ട് ഒരാളിങ്ങനെ ഒടിഞ്ഞു മടങ്ങി അതിനേക്കാൾ ഗതികേടായിട്ട് ഒരു സെറ്റിൽ കിടക്കണം. അപ്പോൾ അങ്ങേർക്ക് ഞാൻ പ്രാർത്ഥിച്ചു. സ്ട്രെച്ചറിൽ കിടക്കണം, അങ്ങേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉടമ്പടി എടുത്തവരാണ്? ഞങ്ങൾ 19 എടുത്തതാണ്. ഞാൻ പേപ്പർ കയ്യിലുണ്ട്? ഇല്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നതാണോ? അല്ല. എങ്ങോട്ട് പോയപ്പോൾ വഴിയെ വന്നപ്പോൾ കയറിയതാണ്. അവരോട് വന്ന ആൾക്കാർ തന്നെ പറയുന്നത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. 6 പേരുണ്ട്, ആൾ കൂടിയാലും 6 ആളുണ്ടെങ്കിലും ആത്മാർത്ഥമല്ല ഒരെണ്ണം പോലും അതിൻ്റെ അകത്തില്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം? ഈ മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചെങ്കിലേ അതിൻ്റെ അകത്ത് ഒരാളെങ്കിൽ 6 പേരുണ്ടവർ, കൊച്ചും കുഞ്ഞും വെറുതെ എല്ലാം കൂടി ഇപ്പോൾ 6 ഇയാൾക്ക് ചുറ്റും നിൽക്കണം, കൊല്ലാൻ വേണ്ടി നിൽക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ വിചാരിക്കണം ഇവിടെ ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ചിലപ്പോൾ ഇച്ഛായത് കൊണ്ട് ഇവിടെ രക്ഷപ്പെടുമെന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ കയറിപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് വന്നേനാ. കാര്യം എന്താ? ദൈവത്തിനൊരു സെക്കൻഡ് മതി ആൾ രക്ഷപ്പെടുത്താൻ, 1 സെക്കൻഡ്. വിശ്വാസമുള്ള ഒരാളുടെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ എന്താണ് ഇങ്ങനെ കുറേ ആൾക്കാർ മനുഷ്യന് പാക്കടാകുമ്പോൾ ഞാനും കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കള്ളത്തരത്തിന് കൂടെ കൊടുക്കും. അവർ രക്ഷപ്പെട്ട് വരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. സ്വന്തം സഹോദരങ്ങൾ 6 ആളുണ്ടെങ്കിലും ആത്മാർത്ഥ ഒരാളില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്കരിക്കും. മറ്റേന്താണ്? ആരും അല്ല. അവിടെ കിടപ്പ് കണ്ടപ്പോൾ അവിടെ പോയി അവിടെ പേപ്പർ കൊടുത്തിട്ട് ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതാണ് ഫാദേഴ്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് സഹോദര സ്നേഹമുള്ള, ഞാൻ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഇല്ലായ്മക്കാരൻ ആരാണ്? അവനാണ് നമ്മുടെ സഹോദരൻ. നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ ഉടമ്പടി പൂർത്തിയായി. അവിടെ വെച്ച് നമ്മൾ അവനെ സഹായിക്കും നമുക്ക് പറ്റണ പോലെ. ചിലപ്പോൾ ആനയും കൂനയും വാരിക്കോരി കൊടുക്കാനൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചെന്നിട്ട്
ആ വിഷയം തിരക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമ്മളത് ചെയ്യും, ഒരു അന്വേഷണം. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എല്ലാം കൊടുത്ത് വിട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൈ നിറച്ചുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവനെ ഏൽപ്പിച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചാലും മതി. നാളെ ദൈവം അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ദൈവം കാണിക്കും. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥന. ഇതിനെയാണ് ഫാദേഴ്സ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്, പിതാവിൻ്റെ ഒരു അംശം. അതാണ് 6:44 അതാണ് പിതാവിൻ്റെ ആകർഷിപ്പ്. നിങ്ങളുടെ കുടുംബത്തിൽ പിതാവിൻ്റെ ആകർഷിപ്പ് ഉണ്ടായാൽ പ്രബലാന്ന് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകും. പക്ഷേ പിതാവിൻ്റെ ആകർഷിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി ആണ് നമ്മുടെ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. പക്ഷെ അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഇപ്പം ഞങ്ങളെന്താ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് 5 പൈസ വരുമാനം ചോദിച്ചില്ല. കാര്യം ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വൗച്ചർ തന്നപ്പോൾ കമ്പനിക്ക് ഒപ്പിട്ടാൽ കൊടുത്താൽ മതി. ഒരു മാസം ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടും. പക്ഷേ ഞങ്ങളോട് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? ഇത് ബിസിനസ്സായിട്ട് ഉപയോഗിക്കരുത്, ഇത് നിങ്ങളെ സുവിശേഷ വിലക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് സുവിശേഷ വിലക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, 5 പൈസ വേണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഇത് എടുത്തിട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഇത് കാണണം. നിങ്ങളെ കണ്ടു നിങ്ങൾ ആ ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യും. മറ്റുള്ളവരും അത് കാണുമ്പോൾ കർത്താവ് അവരും അറിയും. അവരറിഞ്ഞ് അവരും കർത്താവിൻ്റെ കൃപയിൽ നിറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സുവിശേഷകനാണ് നിങ്ങളെങ്കിലേ, വെച്ചാൽ പ്രൊഫഷണലായിട്ട് സുവിശേഷകൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇപ്പോൾ വലിയ മോശം വാക്കായിട്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ സുവിശേഷകൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ വലിയ വിലയുണ്ടായി. ഇതിപ്പോൾ വേറെ ഒരു ലെവലിലായിപ്പോയി സുവിശേഷകന്മാരെ ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നത്. കാര്യം അവർക്ക് കുറേ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ കാണുന്നത്. പക്ഷേ യഥാർത്ഥ സുവിശേഷകൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ കൈമാറ്റക്കാരനാണ്. അത് വാക്കിലും പ്രവൃത്തിയിലും വിചാരങ്ങളിലും അവൻ ആത്മാർത്ഥതയോടെ യേശുവിനെ കൈമാറും. അപ്പം നമുക്ക് ചിലപ്പോൾ നഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ നഷ്ടം കർത്താവിനെ പ്രതി സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ 5:41 യേശുക്രിസ്തുവിനെ പ്രതി, നടപടി പുസ്തകം 5:41 അല്ലേ, യേശുക്രിസ്തുവിനെ പ്രതി അപമാനം ലഭിച്ചതിൽ സഹിക്കാൻ യോഗ്യത ലഭിച്ചതല്ലേ, സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ അപമാനം സന്തോഷമായി മാറുന്നുള്ളൂ എങ്കിൽ അതെന്തൊരു മാറ്റമായിരിക്കും. അതാണ് തീഷ്ണതയെന്ന് പറയുന്നത്. നടപടി പുസ്തകത്തിന് 5:41 പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിനക്ക് വേണ്ടി വ്യയം ചെയ്ത് സമയമായാലും ധനമായാലും സൽപ്രവൃത്തികളായാലും നിനക്ക് വേണ്ടി വ്യയം ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടത്തെ പ്രതി സന്തോഷമുണ്ടാകാനുള്ള പ്രത്യേക അഭിഷേകത്താൽ എന്നെ നിറക്കണം. യഥാർത്ഥ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊളോസ്യസ് 1:24 എന്താണ്? ആദിമസഭയുടെ കുരിശിൻ്റെ വഴി. അതാണ് വിഷയം. ആദിമസഭയുടെ കുരിശ്, നമ്മളിന്ന് ആചരിക്കുന്ന കുരിശിൻ്റെ വഴി ആദിമസഭയുടേതല്ല. അത് നമ്മുടെ ഫ്രാൻസിസ് അസീസി 12-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സാധനമാണ്. പക്ഷേ അപ്പോസ്തല സഭ എന്താ കണ്ടുപിടിച്ചത് നമ്മൾ അറിയണം. അപ്പോസ്തലരുടെ കുരിശിൻ്റെ വഴി എന്താ? അപ്പോസ്തല സഭയുടെ കുരിശിൻ്റെ വഴി ഇതുപോലുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. അപ്പോസ്തലൻ പറഞ്ഞ ഇതാണ്: യേശുക്രിസ്തു സഹിച്ചത് സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയാണ്. കൊളോസ്യസ് 1:24. അതിനെ ഒരു മനുഷ്യനെന്ന നിലയിലെ അവന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതെൻ്റെ ശരീരത്തിൽ സമൂഹിക്കുന്നു. അതാണ് സംഭവം. അതാണ് കുരിശിൻ്റെ വഴി. ഈ സഹിക്കാൻ പറ്റാത്ത പീഡാസഹനങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നമ്മളെന്താ, ബൈബിൾ എന്താ പറയുന്നത്? അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കുറവിൻ്റെ കൂടെ കൂട്ടിവെക്കാൻ പറയും. അതാണ് നിൻ്റെ കുരിശിൻ്റെ വഴി എന്നാണ് പറയുന്നത്. അനുഷ്ഠാന കുരിശിൻ്റെ വഴിയേക്കാൾ ഉപരി ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ അനുവർത്തിക്കേണ്ട കുരിശിൻ്റെ വഴിയുണ്ട്. ഈ അനുവർത്തിക്കുന്ന കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമുക്ക് കുരിശിനെ കൃപയാക്കി മാറ്റുന്നത്. ഭർത്താവ് സംശയരോഗിയാണ്, അത് മാനസിക പീഡനം ഉണ്ടാകും. അയാൾ വെള്ളമടിക്കാരനാണ്, അയാൾ വരുമ്പോൾ ഒരു കാലമാകും. അപ്പോൾ അങ്ങനെ കൊണ്ട് ജീവിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തുമാത്രം കുടുംബത്തിലാണ് നമുക്ക് കുരിശ് കിട്ടുന്നത്. നമ്മളെ എപ്പോഴും കുരിശുണ്ടാകുന്നത് എങ്ങനെയാണ്? ബൈബിളിൽ കുരിശുണ്ടായത് എങ്ങനെയാണ്? ജോസഫിനെ അറിയാത്ത അധികാരി വന്നപ്പോഴല്ലേ കുരിശായിപ്പോയത്. പഴയ നിയമത്തിൽ അതല്ലേ, ജോസഫിനെ അറിഞ്ഞ അധികാരി ഉണ്ടായിരുന്ന കാലത്ത് കുരിശൊന്നുമില്ല. ഈജിപ്തുകാർക്ക്, നമ്മുടെ ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ കുരിശില്ലായിരുന്നു. ജോസഫിനെ അറിയാത്ത അധികാരി വന്നു, അതോടുകൂടി അവരുടെ കുരിശ് കൂടി. എന്താണ്? വൈക്കൽ കൊടുക്കത്തില്ല അയാൾ വൈക്കൽ കൊടുക്കത്തില്ല, ചെയ്യേണ്ട ഇഷ്ടികയുടെ എണ്ണം കുറച്ചില്ല. അപ്പോൾ അതിന് ഇരട്ടി ക്ലേശമായില്ലേ? നമുക്ക് ഇരട്ടി ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികളാണ് നമ്മളെ അറിയാത്ത ആൾക്കാരാണ്. നിന്നെ നാത്തു ചിലപ്പോൾ നിന്നെ അറിയത്തില്ല, നിൻ്റെ അയൽവാസിക്ക് നിന്നെ അറിയത്തില്ല, അതുകൊണ്ടത് കുരിശായിട്ട് മാറും. പക്ഷേ ആ കുരിശിനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ കുരിശുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് നിൻ്റെ ഹൊറേബിൽ മുൾമരം എരിയാതെ തന്നെ തീ കത്താൻ ഒരു സമയമുണ്ടാകും. ഈ വെയിറ്റ് ഇറ്റ്. ഏതെങ്കിലും കാലത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് മാസത്തിനെ പോലെ ഒരാൾ വരും. ജോസഫിനെ അറിയാത്തവൻ്റെ കുരിശിൻ്റെ കണ്ണുനീര് ഏറ്റെടുത്ത് മാറ്റാൻ വേണ്ടി നിൻ്റെ മുമ്പിൽ ഹൊറേബിൻ്റെ ഒരു തീ തെളിയും. ആ തീ എത്ര ആ സഹനത്തിൻ്റെ ജ്വാലകളിങ്ങനെ കത്തിപ്പടർന്നാലും അവൻ്റെ തീയുടെ അകത്തുള്ള ആ ചെടി കരിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നീ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവവേദനെ
നീ അഗ്നിയിലൂടെ നടക്കും, എൻ്റെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ ഹൈസയുടെ 43 വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന സങ്കടങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ അഭിഷേകമാകുകയും ചെയ്യും. ആ കുരിശിന് കൃപയാകും, ആ കൃപ നിനക്ക് നിത്യതയിൽ ഓഹരിയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കുരിശുകൾ തുലോ നിസ്സാരമാണല്ലോ. ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എന്നെ അറിയാത്തവരുണ്ടാക്കുന്ന എല്ലാ കുരിശുകളെയും എൻ്റെ ഹൊറേബിലെ നിന്റെ തീ തെളിയുന്നത് വരെ കാത്തിരിക്കാനുള്ള കൃപ, നിന്റെ നിന്ന് ലഭിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നിനക്ക് വേണ്ടി ഏറ്റെടുക്കാനുള്ള കൃപ, നാമത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു പുരുഷന്റെ വഴിയായി മാറുമ്പോഴേ അത് അക്ഷരാർത്ഥത്തിലെ ആത്മാർത്ഥതയുള്ള അർത്ഥവത്തായ ആത്മാവിന്റെ അഭിഷേകമായി ഞങ്ങൾക്ക് ചെയ്യുവാനും സുവിശേഷത്തിന് സാക്ഷ്യമാകുവാനും ഞങ്ങളെ സഹായിക്കണം. നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃകാ സാക്ഷ്യം അഞ്ജന ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. നമ്മൾ ഉടമ്പടിയുടെ സാധ്യതകൾ ദൈവം ഓരോ ആഴ്ചകളിലും ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം. പണ്ടുണ്ടായിരുന്ന ഒരു സ്കീം അനുസരിച്ച് അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയില്ല. ഉടമ്പടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. ഉടമ്പടിയുടെ സാധ്യതകൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ, അവൻ്റെ സംഘർഷഭൂമി, അതിനുള്ള സമാധാനവും സമാശ്വാസവും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ വളർന്ന് പുരോഗമിക്കണ കാണാം. ഇക്കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവെന്നാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ന് KCBCയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്. അത് അന്ന് വായിച്ചപ്പോഴേക്കും മനസ്സിലായില്ലേ പിതാവ് എന്താ പറഞ്ഞത്. പിതാവ് ഉടമ്പടിയുടെ പുസ്തകം കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു ആദരവോടെയാണ് മാതാവ് ആ വിഷയം ചെയ്തത്. പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി പുസ്തകത്തിൻ്റെ കരട് രൂപം കൈപ്പറ്റിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പിതാവ് 1 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫോർവേഡ് എഴുതി തന്ന് അതിലാദ്യത്തെ വാക്യതാണ്, ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എന്ന്. അയ്യോ, അന്ന് ഞാൻ വായിക്കുമ്പോൾ ഇത്രയും ആന്തരികമായ അഭിഷേകം അതിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പിതാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എത്രയോ ഷാർപ്പാണെന്ന്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം. അവർ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ്, പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവരുടെ വിഷയമെന്ന് കേട്ട് ഇവർ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകണത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം, അതിൽ യൂട്യൂബിലുണ്ടത്. അപ്പോൾ 4 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ്, പോസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി, പല അംഗവൈകല്യങ്ങളുള്ള കൊച്ചാണ്. ഇത് 2 ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് കുരിശായിരിക്കും. പക്ഷേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് അറിയാമോ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അവനാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങളെ വിശ്വസിക്കണമെന്ന് കൈയടിച്ച് കർത്താനുസ്തുതികൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് എന്ത് തോന്നണ്? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേറെ ഇല്ലേ? അവരെ അവിടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച് എത്രയോ മക്കളിവിടെ വരണത്. അപ്പോൾ അവിടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത്. ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും, നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ്. നിത്യതയേക്കാൾ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് എന്ത് കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കണതിനൊക്കെ ഇനിയും ദാഹിക്കും. കർത്താവ് 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ 4:13 യോഹന്നാൻ്റെ സുവിശേഷം, എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട്, ജോലി, വിവാഹം,
മക്കൾ, അതുപോലെ തന്നെയുള്ള അതിനോ ശരീരത്തോട് ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത്. കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ കിട്ടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഇല്ല. അത് വിശ്വാസിയാണ് മനസ്സിലാക്കുക. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഈ ഷീജ ഇങ്ങനെ ഈ അഞ്ജന ഡേവിഡ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യമില്ലാത്തതായിരിക്കും. ഞങ്ങൾ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ വളരണത് എങ്ങനെയാണ്? ഇവരെന്താ ചെയ്തിരിക്കണത്? ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, തലതിരിയത്തില്ല, പല പ്രശ്നങ്ങളാണ് ഈ അരകിടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് സെൻറ്റ് പോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസ്റ്റലാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. 4:20 റോമാലേഖനം 4:20 ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പോൾ കേവല വിശ്വാസം നമുക്ക് കിട്ടും, പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടുന്നത്, അല്ലേ? മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും, വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും, ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതും. പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ, ഈ കേവല വിശ്വാസത്തെ പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം. ശക്തി പ്രാപിച്ച വിശ്വാസം, അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല. പണ്ടെങ്ങോ വേദപാഠ ക്ലാസ്സിൽ കിട്ടിയിട്ട് അതുപോലെ കൊണ്ടുനടക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടത്തുള്ളൂ. ഇപ്പോൾ അഞ്ജന ഡേവിഡ് എന്താ ചെയ്തിരിക്കണത്? ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടുകൊണ്ട് അവൾ പറയണത് എന്താണ്? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് എൻ്റെ സഹനത്തിലെ ദൈവത്തെ ദൈവ തിരുമനസ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ ദുരിതങ്ങളെ ദൈവനാമത്തിലെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ബൈബിൾ പഠിക്കും. പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ്? നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ? ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത്? അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കിടവും കുരിശും തിരുവിരാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരണത്. അത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ തന്നിട്ടുള്ള ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ വായിച്ച് കേട്ട വചനം ഏതാണ്? റോമ 4:20. എന്താ വചനം? എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവേൻ, ശക്തിപ്പെടുവേൻ. അപ്പോൾ എന്നെ പ്രോബ്ലം കഴിഞ്ഞാലേ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? വിശ്വാസത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ്. സാധാരണ നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 50 വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല. വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ള വിശ്വാസം കാണത്തില്ല. 50 വയസ്സ് ഉണ്ടാകാം, ചിലപ്പോൾ 30 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതെന്നുവെച്ചാൽ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ താഴ്ന്നു വരും. എന്നുവെച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എപ്പോഴും വണ്ടി, ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചുകൊണ്ട് പോകണം.
അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. എന്തിന്? എങ്ങനെ മഹത്വപ്പെടുത്തണം? നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതമോ അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അത് നമ്മൾ വിഴുങ്ങാതെ മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ അതിന് കരഞ്ഞു കൂവി ആപ്പാട് സങ്കടപ്പെട്ട് നടക്കരുത്. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വകുപ്പാണത്. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിൻറ്റ്. ശ്രദ്ധിക്കുക. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും. ഇപ്പം നീ ഒരു സന്തോഷമായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒക്കെയാണ് വെച്ചാൽ കുഴപ്പമില്ല വെച്ചാൽ ഞാൻ പറയും നീ പോക്കാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്ക് ക്ലാസ് കയറ്റമില്ല. പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭക്ഷണം കിട്ടും, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോകണേ. ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല. നീ ചാകുന്നു, തീരുന്നു, എല്ലാം തീർന്നോ? യേശുക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയുള്ളൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ. അതെന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:41 ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. തേജസ് മാറ്റം കണ്ടില്ലേ? സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. ഏറ്റു പറഞ്ഞേ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. അപ്പൊ തേജസ് ആണ് പ്രോബ്ലം, മഹത്വമാണ് പ്രശ്നം. കണ്ടില്ലേ? ഇനി അടുത്ത വായിക്കുക. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ്? ഒന്ന് പറഞ്ഞേ. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മനസ്സിലായില്ലേ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്നർത്ഥം. നമ്മളൊക്കെ കർത്താവിൻ്റെ ഒരു കണക്കുകൂട്ടലല്ലേ. കർത്താവ് ഈ ചന്ദ്രനെ ഒന്നും കണക്കാക്കണില്ല. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഇവരെ കേടുകൂടാതെയൊക്കെ പോകുന്ന ഈ സാധാരണ ഒരു പാസ് മാർക്കില്ലേ, അതൊന്നും കർത്താവ് ഈ ചന്ദ്രനെയൊക്കെ കൂട്ടുന്നത് സെൻറ്റ് പോളാണ്. കർത്താവിൻ്റെ കണക്കിൽ ചന്ദ്രനൊന്നും ഇല്ല. കർത്താവ് എന്താ പറയണത്? 13:43 യോഹന്നാൻ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യം പറഞ്ഞോളൂ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. സൂര്യനെ പോലെ. അപ്പൊ ചന്ദ്രനും നക്ഷത്രമൊക്കെ പോയി, മൈൻഡ് ചെയ്യണില്ല. ഈ ബേസിക് കൃപയുള്ളവരൊന്നും കർത്താവ് അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ഈ അയോഭാവി ക്രിസ്ത്യാനികളൊന്നും ദൈവം കണക്കിലെടുക്കണില്ല. അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾ വിചാരിക്കരുത് എങ്ങനെയും തെമ്മാടിത്തരമായിട്ട് 5 ഭാര്യമാര് 2 ഭർത്താക്കന്മാർ അല്ലെങ്കിൽ 10 അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടിപിടിച്ച് പൊടിച്ച് ജീവിക്കാം, അവസാനം ഒരു കുമ്പസാരം നടത്തി കുറേ മുങ്ങി തേങ്ങി അവസാനം ചവപ്പെട്ടി പോകാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഈ ആൾക്കാർക്കെല്ലാം വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവസാനത്തെ മാനസാന്തത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അതാകുമ്പോൾ എല്ലാം ഒക്കത്തില്ല. നിങ്ങൾ ഈ വചനങ്ങൾ കൂട്ടി വായിക്കണം. സെൻറ്റ് പോൾ പറയണത്, സെൻറ്റ് പോൾ സൂര്യൻ്റെ കൂടെ പിന്നെ ഈ ബേസിക് കോഴ്സുകാരെ എടുക്കുന്നുണ്ട്. A+കാരല്ല, സെൻറ്റ് പോൾ എക്കാരെ എടുക്കുന്നുണ്ട്, B+ ഒക്കെ എടുക്കുന്നുണ്ട്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം, അത് B+ ആണ് ആ കേസ് കിട്ടുക. കൃപയിൽ B+ ആണ്, അതൊക്കെ സെൻറ്റ് പോൾ എടുക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് എടുക്കണില്ല. എന്താ കാര്യം? അവൻ്റെ വിശുദ്ധരത്വം ചിന്തിയിരിക്കുന്നതാണ്. അവൻ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾ 10 കാര്യം നമുക്കുണ്ടെന്ന് വിചാരിച്ച ജീവിതത്തിൽ 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. ദാറ്റ്സ് മൈ പോയിന്റ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് 10 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് വിചാരിച്ചോ, അച്ഛൻ പറയണത് നിങ്ങൾക്ക് ലാഭം 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണതാണ്. ഇപ്പോഴേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്?
അത് വിൽ ഓഫ് ഗോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഭർത്താവിൻ്റെ ജോലി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ പല കാര്യങ്ങൾ, നിങ്ങളുടെ രോഗം, 10 കാര്യങ്ങളുണ്ട്, വസ്തു വിൽപ്പന. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളെങ്കിലും, ഞാൻ 2 പറഞ്ഞാൽ നിങ്ങളെ പേടിച്ചിട്ട് പറയണതാണ്, നിങ്ങൾക്ക് അത്രയും വറച്ച പറക്കില്ല, അതുകൊണ്ടാണ് 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. എന്താ കാര്യം? നമ്മുടെ ഇഷ്ടമല്ലല്ലോ അത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നിൽക്കണ എന്തുകൊണ്ടാണ്? അവൻ പ്രാർത്ഥിച്ച കാര്യം നടക്കാതിരുന്നതുകൊണ്ടല്ലേ. ഇന്ന് ഈശോ മഹത്വരാജ്യനായി നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനകോടികളും ജന്മാന്തരങ്ങളും അവൻ്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാഴ്ത്തുന്ന കാര്യം എന്താണ്? അവൻ പ്രാർത്ഥിച്ചത് നടക്കാതിരുന്നിട്ടാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവനെന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ ഒരൊറ്റ വാക്കിലാണ് കർത്താവ് രക്ഷപ്പെട്ടത്. ദാറ്റ് മീൻസ് പലപ്പോഴും ഓർക്കണം, നിങ്ങൾ സന്തോഷിക്കേണ്ടത് കിട്ടിയ കാര്യത്തെ ഓർത്തല്ല, കിട്ടാത്ത കാര്യങ്ങൾക്ക് ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം എൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പേരില് എനിക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്റെ വിശ്വാസത്തില് റോമ 4:20 അനുസരിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തില് ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ.